ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ അത്താഴാണ്. പക്ഷെ വി ആർ ലേറ്റ് അല്ലേ, കുറച്ച് ലേറ്റ് ആയി. നമ്മൾ കറക്റ്റ് ഒരു 3:30 അലാം വെച്ചതാണ്. അലാം അടിക്കണത് പോലും ഞാൻ കേട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ മൊബൈൽ നോക്കുമ്പോഴത്തേക്ക് അലാം ഉണ്ട്. അലാം ഉണ്ട് മീൻസ് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്, അതവിടെ തന്നെ ഉണ്ട്. അതെ അതെ, അടിച്ചില്ലെന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എണീറ്റ് ഫ്രഷായി ചേഞ്ച് ഒക്കെ ചെയ്ത്. അപ്പോൾ എന്താ ഇന്ന് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ബിക്കോസ് ഓൾറെഡി നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് എന്താ കഴിക്കണ്ടേന്ന്. നമ്മളൊക്കെ നാസ്റ്റാണ് കഴിക്കാൻ പോണത്. ഇന്നലെ നൈറ്റ് അങ്ങനെ ആരും കഴിച്ചില്ല. ബിക്കോസ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു, പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു. കിട്ടിയ ബിരിയാണി ഉണ്ടായിരുന്നു. അതന്നെ ഞാൻ പറയാം. ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞ, എന്തുണ്ടായിരുന്നു എന്നാ പറഞ്ഞേ? സോറി, അതാ ഞാൻ പറഞ്ഞ ബിരിയാണി ഉണ്ടായിരുന്നു. സോ വി ഷെയർ ദാറ്റ് ബിരിയാണി. എല്ലാവരും കഴിച്ച് ഉറങ്ങിയതൊന്നും അറിയാ കഴിച്ച് ഇങ്ങനെ ഡെഡായി കഴിയും നമ്മൾ. പിന്നെ എണീക്കാൻ പറ്റൂല, നമുക്ക് അത്രയ്ക്ക് ക്ഷീണമായിരിക്കും. അപ്പോൾ പത്തിരി ഇന്നലെ ബേബി മേടിച്ചതുണ്ട്, കറിയുണ്ട്. നമ്മളതാ കഴിക്കാൻ പോണേ. ബേബി ചിലപ്പോ എപ്പോഴും വിളിക്കും എന്നെ എസർത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനേക്കാൾ മുമ്പ് ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോൾ കട്ടാക്കിയാലും മതി, അവർക്കൊരു റെസ്പോൺസ് കിട്ടും നമ്മൾ എണീറ്റിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിളിക്കും, അത് ഞാൻ എന്തായാലും വിളിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പത്തിരിയൊക്കെ കഴിക്കാം. ബേബി ഇന്നലെ ഞാൻ ഫ്രൂട്ട്സ് കട്ടാക്കി കൊടുത്തത് ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിച്ച് തീർക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് വീഡിയോ. അത് 1.25 മണിക്കൂറോളം ഉണ്ട് ആ വീഡിയോ മൊത്തം. അത് ഫുൾ ഔട്ട് എടുക്കാൻ വേണ്ടി ഭയങ്കര 1-2 എററും കാര്യങ്ങളൊക്കെ വന്ന് അപ്ലോഡ് ചെയ്യൽ നടന്നില്ല. ആ വീഡിയോ രാത്രി ഇപ്പൊ ഞങ്ങൾ കിടന്നപ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ ഇപ്പൊ അപ്ലോഡായി. ഇപ്പൊ തമ്മിൽ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞാൻ. അതായത് അത്താഴത്തിന്റെ ടൈമില് ഇപ്പൊ വേണം ഒന്ന് പബ്ലിഷ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കഴിഞ്ഞ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇപ്പൊ വേണോ. ഞാൻ നിങ്ങളുടെ അടുത്ത് 2-3 പ്രാവശ്യം ചോദിച്ചല്ല. അപ്പൊ നിങ്ങൾ രാവിലെ ചെയ്യാം, ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാം. അപ്പൊ ഞാൻ കമന്റ് ഇട്ട് കഴിഞ്ഞ വീഡിയോയില് റംദാൻ 1 വിൽ ബി റിലീസ്ഡ് ഓൺ 5 AM. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പബ്ലിഷ് ചെയ്തിടാം. അപ്പൊ ബേബി ആ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ലെറ്റ് മീ ഗോ ടു ദ കിച്ചൺ ആൻഡ് ചെക്ക് എന്തൊക്കെ. ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഗൈസ്? ഒറ്റയ്ക്കിരുന്ന് കമ. അപ്പൊ ഞാനും ജോയിൻ ആവശ്യമാണ്. ബേബിയുടെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. സോനത്തെ ഫുള്ള് കിളി പോയിരിക്കുന്നു ഗൈസ്. ഫുള്ള് കിളി പോയ ഒരു ഇതിലാണ്. ഇപ്പൊ തന്നെ സോന പോയിട്ട് ഉറങ്ങാൻ പോകും. അപ്പോ ഇതെന്താ? ദോശ? യു വാണ്ട് ടു ഈറ്റ് ദോശ? ദോശ മാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സോള് ദോശ കഴിക്കാൻ പോണെന്ന്. പക്ഷേ സോള് ദോശ കഴിക്കാനല്ല പോണത്. നമ്മുടെ ഫ്രിഡ്ജ് നോക്കട്ടെ എന്തൊക്കെയാണ്. ഫ്രിഡ്ജ് കാണിച്ചാറ് ഒരു ജ്യൂസ് ഉണ്ടല്ലോ. ആരതാ നീ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. ബിരിയാണി ഉണ്ട് ഒരെണ്ണം. 2 ബിരിയാണി നല്ല നമ്മൾ തീർത്ത്. നമുക്ക് ഷെയർ ആക്കാൻ പേടിക്കണ്ട. ശരിയാ, ഞാൻ പകുതി കുടിച്ച് വേപ്പി കൊടുത്തു. എനിക്ക് പോയൊരു പൊട്ടറി. കോൾഡ് എന്തായാലും കണ്ണു വിടാൻ പറ്റൂലെന്നേ. അതന്നെ, ഒരാഴ്ച ആവും അങ്ങനെ ശീലിക്കാൻ. അപ്പൊ ഇന്നലെ ലേറ്റ് ഉറങ്ങിയോണ്ട് ഇന്ന് അത്തരത്തിന് എണീറ്റില്ല. അപ്പൊ ഫ്രൂട്ട്സ് നോക്കണം. പിന്നെ ഞാൻ ഫസ്റ്റ് നാസ്റ്റ് ആക്കട്ടെ. അപ്പൊ നമുക്ക് കഴുകി. സോനു, നീ ഇത് മാത്രമേ കഴിക്കുള്ളൂ. സോനു, യു വിൽ റിഗ്രറ്റ് ആവാ. നാസ്ത കഴിക്ക്, പിന്നെ വിശപ്പൊന്നും പറയരുത്. സോനു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മളിനി സോനിനി നാസ്തം കഴിക്കൂല എന്നല്ലേ സോനു. സോനു ഇന്നലെ ഭയങ്കര ഫീൽ ചെയ്തായിരുന്നു. ഷി വാസ് ബ്ലോട്ടിങ്.
അപ്പൊ സോനു പറഞ്ഞ് ഞാൻ ഇനി നാസ്റ്റ് കഴിക്കൂല, നോമ്പ് തുറന്നിട്ട് ഞാൻ മതിയാക്കൂന്ന്. നീ ഒരു ടൈമിൽ അങ്ങനെ ആയിരുന്നു. കഴിഞ്ഞ നോമ്പിന്റെ മമ്മ എപ്പോഴും ഉള്ളപ്പോ നീ കഴിക്കൂല നൈറ്റ്. അത്താഴത്തിന് നീ നല്ലോണം കഴിക്കുമായിരുന്നു. അത്താഴത്തിന് സോനു നല്ലോണം കഴിക്കും. ഒറ്റ ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കാവോ? ഇങ്ങനെ പ്രകാശിപ്പിക്കണ്ടേ? രാവിലെ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ പഫി ഫീൽ ചെയ്യും. അത് മാത്രമല്ല എൻ്റെ ഒരുമാതിരി കുഞ്ഞ കണ്ണായത് കൊണ്ടിട്ട് ചൈനീസ് ഡാർക്ക് സർക്കിൾ, ഐ ബാഗ്സ് എല്ലാം ഉണ്ട്. ഐ ബാഗ്സ് ഉണ്ട്, ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. സോനു നീയും കഴിക്കട്ടോ പത്തിരി. കാലി ഫ്രൂട്ട് സലാഡ് കഴിക്കണ്ട. ഇപ്പൊ നിനക്ക് വേണ്ടാന്ന് തോന്നും, പക്ഷെ പിന്നെ വിശക്കും രാവിലെ ആകുമ്പോ. ഇന്നലെ 12-1 മണിയാകുമ്പോ എനിക്കും സോനുനിങ്ങനെ തളർന്നിട്ടില്ലേ, ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ ഓക്കെ. ഇന്നലെ വെച്ച മട്ടൻ കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവൂല. ശരി, അഭി പറഞ്ഞ പച്ചയുടെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ബേബിയുടെ ഫ്രൂട്ട് സലാഡ്. സോനു എൻ്റെ വാക്ക് കേട്ട് പത്തിരി കഴിക്കണം അല്ലേ സോനു? എപ്പോഴും വിചാരിക്കും, പക്ഷെ പറ്റൂലല്ലേ. നോമ്പിലൊക്കെ ഒരു 10 മണിക്കൊക്കെ ഉറങ്ങണം. ഞാനൊരു 9 മണി എത്തിച്ചത് നേരത്തെ പറ്റാണ്ട് ഞാൻ കിടന്ന് ഉറങ്ങും കണ്ടു. നാളെ ആരൊക്കെ ഉറങ്ങിയാലില്ലെങ്കിലും എന്റെ ഇപ്പൊ ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ. ഇന്നലെ ഒരു അസറിനാണ് ഉറങ്ങിയല്ലോ കുറെ നേരം. അപ്പൊ എന്താണ് ഇന്നലെ ഫുള്ള് കളി ചിരിയായിരുന്നു നൈറ്റ്. എൻ്റെ മേത്ത് വീഴലും കളിക്കലും ഇത് തന്നെ. കഥ പറഞ്ഞിട്ടിരുന്ന ടൈം ആവട്ടെ, പെട്ടെന്ന് കഴിക്കട്ടെ. കോൾഡ് ആവണമെങ്കിൽ ആയിപ്പോട്ടെ. നമ്മളങ്ങനെ സ്റ്റാർട്ടിങ് ഇങ്ങനെ കോൾഡ് പറയണ ഫീൽ ഉണ്ടെങ്കിൽ ടാബ്ലറ്റ്സ് കഴിച്ച് ഇതാക്കരുത്, സ്റ്റോപ്പ് ആക്കരുത്. കോൾഡായി പോണം. നിങ്ങൾക്ക് 3 പേർക്കും വന്നല്ലേ, പിള്ളേർക്ക്. എബുന് വന്ന്, സൈഗന് വന്ന്, നിനക്ക് വന്ന് കോൾഡ്. നമുക്ക് കഴിച്ചപ്പോൾ നമ്മൾ അപ്പോ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വി ആർ ബാക്ക് ഇൻ ദി കിച്ചൺ. അപ്പോ ഇന്ന് കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കണം. ബിക്കോസ് നമ്മുടെ വലിയ പുത്രന്റെ ഒരു പരാതി ഉണ്ടായിരുന്നു ഇന്നലെ സോനുന്റെ അടുത്ത്. നോമ്പ് പോലെ തോന്നുന്നില്ല കടിയൊന്നും ഉണ്ടാക്കാൻ മഷുമി, ബ്രേക്ക്ഫാസ്റ്റ് പോലെയാ തോന്നണേ ഇതൊക്കെ കഴിച്ചപ്പോ. ബിക്കോസ് ഇന്നലെ എല്ലാം റെഡിമെയ്ഡ് ആയിരുന്നല്ലോ, സാൻഡ്വിച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഹി ജസ്റ്റ് ലവ് കട്ട്ലേറ്റ്, സമോസ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. സോ അവന് വേണ്ടി ഇന്ന് കട്ട്ലേറ്റ് എന്തായാലും ഉണ്ടാക്കണം, ബീഫ് കട്ട്ലേറ്റ്. എന്നാലും അവൻ ഹാപ്പി ആവുള്ളൂ, ഐ മീൻ സൈക്കോ. അപ്പോൾ എപ്പോഴും കഴിക്കാറായിട്ടില്ല അതൊക്കെ. അപ്പൊ എന്താന്ന് പറയണേ, ഇന്ന് രാവിലെ റെഡിയാവുമ്പോ സൈഡ് പറയണേ എന്താണ് എനിക്കൊരു നോമ്പിനെ പോലെ ഒരു ഫീല് കിട്ടാറുള്ള. നമ്മ ഇന്നലെ ഇങ്ങനെ കഴിച്ചപ്പോ നമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൂലോ ഹോട്ടലില്, എന്താ സാൻഡ്വിച്ച്, മറ്റേ സോസേജ്, നഗറ്റ്സ്, ഫ്രൂട്ട്സ്,
ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് എനിക്ക് സമോസ കട്ട്ലേറ്റ് അങ്ങനത്തെ ടേസ്റ്റ് ഒക്കെ ഇല്ല. നിന്നോട് ഇന്നലെ പറഞ്ഞു എന്താ ഉണ്ടാക്കാത്ത. പക്ഷെ ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം ഇന്ന് ബിസിയാണ്. അപ്പൊ എന്താ ഹെൽത്തി ആയിട്ട് പോയതുകൊണ്ടാണ്. പക്ഷെ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ കടികളൊക്കെ ഉണ്ടാക്കാം. അവന് ബിക്കോസ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു മന്ത് ഈ ഒരു വൈബ്. അപ്പൊ അവന് വേണ്ടി ഇന്ന് ഉണ്ടാക്കും. അവന് വേണ്ടി ഉണ്ടാക്കുമ്പോ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ കഴിക്കാതെ. എല്ലാവർക്കും വേണ്ടി കട്ട്ലേറ്റ്. ഈ ഒടുക്കത്തെ ഡയറ്റ് എന്ന് പറയുന്ന ആള് മറ്റേ നമ്മുടെ മൂപ്പറിനെ കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നത് അല്ലെ, നമ്മുടെ ആ ഒരു കടികളുടെ വൈബ് മാറ്റിയത്. പക്ഷെ നമ്മൾ മാറ്റാൻ മാക്സിമം ഇങ്ങനെ ഓയിലും കാര്യങ്ങളും കഴിക്കണം. പക്ഷെ ഇന്ന് നോക്കി ബെറ്റ് യു ബേബി കട്ട്ലെറ്റ് കയറ്റിരിക്കും. ബിക്കോസ് അങ്ങനെയാണ് കട്ട്ലെറ്റ് ഒരു വൈബാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൺട്രോളെന്നറിയാൻ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണ്ടാക്കാൻ നമുക്ക് ഹെൽത്തി ആയിട്ട് പോവാം. പക്ഷെ സൈബ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ടാക്കില്ല എനിക്കൊരു ഉള്ളിൽ അത് കിടക്കും. അപ്പോൾ അവന് വേണ്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോണേ. പിന്നെ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് റെസിപ്പി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഞങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ ഡെയിലി വ്ളോഗ് റംസാൻ വീഡിയോസിൽ കാണിക്കണേക്കാളും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ദാറ്റ്സ് മച്ച് ക്ലിയർ ആക്ച്വലി. അപ്പോൾ ആ വീഡിയോ ഞാൻ വേറെ ചെയ്യും. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് വേണം ബേബിനെ വിളിക്കാൻ. അത് ബേബി ഷൂട്ട് ചെയ്ത് തരും. അതന്നെ ശരിയാ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. പിന്നെ കട്ട്ലെറ്റിന് വേണ്ടിയുള്ള ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ യാ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. എൽഡർ സൺ അവന് ഭയങ്കര വിഷമമായിരുന്നു കടികളില്ലാതെ. അപ്പൊ അവന് വേണ്ടിട്ടൊരു സ്പെഷ്യൽ റെസിപ്പി, അവന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റെസിപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സൈഗുന് എപ്പോഴും നല്ല എണ്ണ പലഹാരങ്ങളൊക്കെ വേണം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ചീസ് ബോക്സ്. പെരി പെരി ചിക്കൻ ചീസ് ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോണേ. കുറച്ച് സ്പൈസി ആയിരിക്കും. അങ്ങനെ സ്പൈസി അല്ല, പിള്ളേർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ സ്പൈസി. നമ്മുടെ പിള്ളേരെല്ലാം കഴിക്കും. ഇതിനൊക്കെ വേണ്ടിയല്ലല്ലോ ഞാൻ ഉണ്ടാക്കണേ, എന്റെ മോട്ട് വേണ്ടി. അങ്ങനെ സ്പൈസി ഒന്നും അല്ല, ഫ്ലേവർ ഉണ്ടാവും. ഒരു നല്ല ഒരു സോസി സ്പൈസി ആയിട്ടുള്ള പെരി പെരി ഫീൽ ഉണ്ടാവും. ഭയങ്കര സ്പൈസി ഉണ്ടാക്കൂല, ബിക്കോസ് കിഡ്സ് ഹാവ് ടു ഈറ്റ് റൈറ്റ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ എന്താ വലുതായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് കുഞ്ഞതായിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ബിക്കോസ് എല്ലാം ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. ബൈ ദ വേ നമ്മൾ പുതിയ മിക്സി കണ്ടോ, ബേബി എടുത്ത് ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടെന്ന് പറയട്ടെ. ചിക്കൻ, ഷ്രെഡഡ് ചിക്കൻ. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ പറയാം. ചിക്കൻ നല്ലോണം കഴുകുക, എന്നിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ വേവാൻ വെക്കുക. വേവുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ പെപ്പർ ഇട്ടില്ല, ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പെപ്പർ വേണമെങ്കിൽ യു ക്യാൻ ആഡ്, പ്രോബ്ലം. അപ്പൊ അത് വേവിച്ച് ഞാൻ കയ്യിൽ തന്നെ പിച്ച് 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 ഇട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഗ്രീൻ ബെൽ പെപ്പർ, ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, മല്ലിയില, റെഡ് ക്യാപ്സിക്കം, അനിയൻസ്, ജീരകം, ഉപ്പ്, വറ്റൽമുളക്, ഗാർലിക്, ചില്ലി പൗഡർ, കുറച്ച് അൽഫാം മസാല എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇടാം. പെപ്പർ പൗഡർ,
അയ്യോ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് പെരി പെരി ചിക്കൻ ചീസ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പൊ ഇന്ന് എബ്രു ആണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. ഗൈസ്, ആദ്യമേ നമുക്ക് അനിയൻസ് ഇടാം മിക്സിൽ. ബിക്കോസ് എല്ലാ ഇൻഗ്രീഡിയൻസ് അനിയൻസ് ഇട്ടു. റെഡ് ക്യാപ്സിക്കം രണ്ടിട്ടപ്പോ തന്നെ മിക്സിന് അറിഞ്ഞല്ലേ. പിന്നെ മല്ലിയില ഇത്ര വേണം തോന്നുന്നു. ഓക്കെ, മല്ലിയില. പിന്നെ ഇത് നമുക്ക് പിന്നത്തേക്കാണ്, ഇപ്പൊ വേണ്ട. വട്ടില്ല മുളക് എന്തോ പറഞ്ഞേ സോണു. ഡ്രൈഡ് ഉണക്കമുളക്, അതന്നെ ഡ്രൈഡ്. വറ്റൽ മുളകല്ലായിരിക്കും, വട്ടില മുളകുണ്ട്. ഓക്കെ. ഗാർലിക് ഓക്കെ ഇട്ടു. സെപ്പറേറ്റ് വേറെ ചെമ്പും കൊണ്ട് എടുക്കേണ്ടി വരുമോ? ഇല്ല മതി. ഇതൊക്കെ നമുക്ക് പിന്നത്തേക്ക് ഉള്ളതാണ്. ഓക്കെ. സോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഞാൻ ചെയ്യാം. ഓണാക്കിട്ട് പോയില്ലേ ഇപ്പൊ ഫസ്റ്റ് ഓണാക്കാൻ. നല്ല പവറോട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക്. യെസ്, ഓൾ സെറ്റ്. ജ്യൂസി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ നമുക്ക് സ്റ്റൗ ഓൺ ആക്കണം, എന്നിട്ടുള്ള ബാക്കി പ്രൊസീജിയേഴ്സ്. ഓക്കെ ഗൈസ്, നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, എനഫ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതൊഴിക്കണം. നമ്മുടെ മിക്സ്ചർ എല്ലാം ഒഴിക്കണം ഇങ്ങനെ. ഓക്കെ, കൈ തിരിച്ചു വെച്ചിട്ടൊക്കെ മേത്ത് കൊണ്ടിട്ട് മുഖത്തേക്ക് വീഴും. എപ്പോ വരുമ്പോ ഞാൻ ചിരിക്കും, പേടിയാണോ വലിച്ചിട്ടാറ്. പിന്നെ എന്റെ മോനെ പോലെ അത്യാവശ്യം ബുദ്ധിയുള്ളതുകൊണ്ട് അങ്ങനെ കാണിക്കും. കണ്ടില്ല ബുദ്ധി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം അറിയോ? ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കുക്ക് ചെയ്യണം. എന്തിനാ മീൻസ് ഒരു പച്ചമണം വരണ കണ്ടില്ലേ? കണ്ടില്ലേ? കേട്ടില്ലേ? മണത്തില്ലേ? എന്നെ കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞേ. സോനു, മണം കണ്ടില്ലേ കേട്ടില്ലേ എങ്ങനെയാ നീ പറയണ? എങ്ങനെയാ മണം? കേൾക്കാൻ പറ്റുമോ മണം? നമുക്ക് വീഡിയോയില് പറയാൻ പറ്റും. ഈ മണം മണത്താ നല്ല മണമല്ലേ അങ്ങനെ പറയുമ്പോ മണം കേട്ടില്ലേ? മണം കേൾക്കുവോ വീഡിയോ? മണത്തില്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്. അതാണ് മണക്കോ? ഇല്ലല്ല, വലിയ മാസായിട്ട് വന്ന ഡയലോഗ് ഒക്കെ. അല്ല ഉദ്ദേശിച്ചത് അല്ല, കേട്ടില്ല കണ്ടില്ല. ഒന്നും കണ്ടില്ല, അവൻ ഒന്നും കേട്ടില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് എനിക്കുള്ളത് കിട്ടിക്കോ. ഉദ്ദേശിച്ചത്രേ നമ്മ കണ്ടില്ലേ കേട്ടില്ലേ അപ്പൊ പറയുമ്പോ മാത്രം. അതന്നെ ഞാൻ പറയണത്. കണ്ടില്ലേ ഈ പച്ചമണം? അപ്പൊ കണ്ടില്ലേ കേട്ടില്ലേ? പിന്നെ മൊത്തം മണ്ടത്തരം. മണത്തില്ലേ? നിനക്ക് മണക്കാൻ പറ്റൂല. ഇതൊരു 2-3 മിനിറ്റ്സ് ഞാനിങ്ങനെ ഒന്ന് ഷോട്ട് ചെയ്യൂട്ടാ, എന്നാലേ ആ ഒരു പച്ചമണം മാറും. ഗൈസ്, അപ്പൊ ഇത് നല്ലോണം ഇങ്ങനെ ബബിൾ ആയി വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിലോട്ട് നമുക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. ഇതെന്താ പറ ബേബി? പെപ്പർ പൗഡർ, അത് മറ്റേ അൽഫാമിന്റെ മസാല, വെച്ചിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ട്. മുളക് പൊടി. ഓക്കെ, കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഗൈസ്, പിന്നെ ഇടാം. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കണം. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണ്? ഉപ്പ്. മതി.
ഓക്കെ എല്ലാം ഇട്ട് വീണ്ടും ഒന്ന് സോർട്ട് ചെയ്യാം ലോ ഫ്ലെയിമിൽ. പൗഡേഴ്സ് ഒക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം സോർട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് ഇതില് ഈ മസാലാസ് ഒന്നും ആഡ് ചെയ്യാണ്ട് പാപ്രിക്ക മസാല ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ കുറവാണ് യൂസ് ചെയ്യണത്, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു മിക്സർ ആക്കി എടുത്തോളൂ. നിങ്ങൾക്ക് ആ ഒരൊറ്റ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്താലും മതി, ആവശ്യം. ഇപ്പൊ കണ്ടില്ല ആ ഒരു കളർ മാറിയത്, റെഡ്. മറ്റേ കുറച്ച് ലൈറ്റ് ആയിരുന്നില്ലേ കളർ, ഇപ്പൊ കണ്ടില്ലേ ഒരു പെരി പെരിയുടെ ഒരു ഫീൽ വന്നു. ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ച ഞാൻ എന്റെ വീവേഴ്സിനോട് സംസാരിച്ചു. ഇനി അതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ വിൽ ബി ഹാവിംഗ് 2 types ഓഫ് ജീരകം അല്ലേ വീട്ടില്. അതിൽ ഞാൻ നോക്കിയിട്ടിടണം. ഇപ്പൊ ഞാൻ കുഞ്ഞതാണ് എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് വൺ. ആ വൈറ്റ് ആയിട്ടുള്ളത് ഇടുക കേട്ടോ. നല്ല മണം വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ടേസ്റ്റി. അങ്ങനെയാണ് കിച്ചണിൽ കയറി പറഞ്ഞത് കേട്ടോ. ഒരാൾ കയ്യിൽ കറയാണ്ടിരിക്കാൻ വേണ്ടി 2 പ്ലാസ്റ്റിക് കവറൊക്കെ കയ്യിലിട്ടിട്ടാണ്. ഗ്ലൗസ് ഉണ്ടായിരുന്നു, അത് ഞാൻ അവിടെ ബഷീരോട് ഞാൻ ചോദിച്ചു, പക്ഷേ ഗ്ലൗസ് എവിടെ നീ കൂടെ കുത്തിക്കയറ്റി വെച്ചിട്ട് നശിപ്പിച്ചു. പിന്നല്ലാണ്ട് ഞാനൊക്കെ സൂക്ഷിച്ച് മടക്കി വെക്കും. ഇത് അവിടെ ഗ്രില്ലിൽ കൊണ്ട് കുത്തിക്കയറ്റി നശിപ്പിച്ച് വെച്ചിട്ട് അവിടെ നിന്നിട്ട് പല്ലി പാറ്റയൊക്കെ കയറി അത് പൊടിയടിച്ച് നശിപ്പിച്ചു. ഇന്നലെ ഒരു ഗ്ലൗസും ഒരു ഇതും ഇല്ലാണ്ട് ഞാൻ തൊള്ളിയുടെ കൈ കണ്ടില്ലേ നശിഞ്ഞിരിക്കണം. എനിക്ക് ഇഷ്ടമല്ല നെയിൽസ് ഒക്കെ ഇങ്ങനെ ആവണത്. അതാണ് പറയുന്നത്, നമ്മൾ ആവശ്യത്തിന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചെടുത്ത് വെക്കണമെന്നുള്ളത്. എന്നാലേ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നമുക്കത് ഉപകരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ആവശ്യപ്പെടുന്ന ടൈമിൽ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത രീതിയിലായി പോയി തീർന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമായിരുന്നു, എത്ര പ്രാവശ്യം ആവശ്യം യൂസ് ചെയ്തത് ചോദിക്കില്ലേ. ഇപ്പൊ അതിന്റെ ആവശ്യം മനസ്സിലായില്ലേ? ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല. ഉള്ള ടൈമിലും ഐ ഡോണ്ട് യൂസ് ഗ്ലൗസ്. പക്ഷെ എന്താണെന്നറിയോ, കൊറേ വീഡിയോയിൽ എന്റെ കൈ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൈ അങ്ങനല്ല, ഗ്ലൗസ് എന്ന് പറഞ്ഞ സംഭവം എല്ലാരും എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ല, ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ആ സാഹചര്യത്തിൽ ഈ ചോദിച്ച ഗ്ലൗസ് കിട്ടിയില്ലല്ലോ, ചീത്തായി പോയി. ഇത് വേറെ ഗ്ലൗസ് ചോദിക്കാൻ തോന്നിയത് ഈ വാള് വേണമായിരുന്നു. ആക്കിയത് കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോ പോയത്. എന്റെ കയ്യിൽ സ്ക്രാച്ച് ഉണ്ട്, അതിലൊക്കെ കാണണ്ടല്ലാന്ന് വിചാരിച്ചാൽ പരിഷ്കാരത്തിൽ കണ്ടില്ലേ. ഇപ്പൊ നമ്മുടെ മസാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷ്രെഡഡ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഇത്ര ചിക്കൻ തുടക്കം പോലെ തുടങ്ങിയല്ലടി കുട്ടികൾ. നിങ്ങളെ ഞാൻ എന്തിനാ വിളിച്ചേ? ക്യാമറ ചെയ്യാം, അത് ചെയ്താ മതി. അത് ചെയ്താ മതി. നിങ്ങൾ എന്റെ ഹേറ്റർ ആവാൻ നിക്കണ്ട, അത് ചെയ്താ മതി. നിങ്ങൾ എല്ലാ ചിക്കനും ഇടാല്ലേ? എടുത്ത് വെക്കണം എന്തിനാ? ഉണ്ട്. ഇന്നലെ സുഖന്റെ വാക്ക് കഴിഞ്ഞിട്ട് ഫുള്ള് മട്ടൻ കറി വെച്ച് ഇന്ന് ഞാൻ അത് തന്നെ നമ്മൾ കഴിക്കണം. കഴിച്ച് അല്ലെങ്കിൽ പകുതി തീർന്നാണ്. പിന്നെ ഇന്ന് നമ്മൾ വേറെ കറി വെക്കൂല, അത് തന്നെ അതന്നെ എനിക്ക് വേണ്ട നാസ്ത. ഞാൻ രാവിലെ അത്താഴത്തിൽ തിന്നോളാം. സോനി ഇന്നലെ തന്നെ ബുമ്മായിരിക്കണായിരുന്നു. ബ്ലോട്ടാവും വയറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നാസ്ത കഴിക്കാനുള്ള വയറുണ്ടാവില്ല. കഴിഞ്ഞ റൂമിൽ അതുപോലെ തന്നെ അത്താഴത്തിൽ നല്ല ആസ്വദിച്ച് നമ്മൾ ഉണ്ടാക്കണ നാസ്ത അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ അത്താഴത്തിൽ കഴിക്കും നല്ലോണം. അങ്ങനെ കുഴച്ചടിച്ച് കഴിക്കും. കുറച്ച് ഞാൻ ഒരു അണ്ടലീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് പറഞ്ഞ കിച്ചണിൽ ഞാൻ മന്നോടി ഒരു ഓളം വൈബും വേണമെങ്കിൽ ഞാനുണ്ടെങ്കിൽ മതി. മസൂരി അതെ എന്റെ സോണുണ്ടെങ്കിൽ മതി. എന്നെ മൊത്ത സോണ എന്റെ സോണൂത്ത സോണൂത്ത പറ സോണൂത്ത. സോണൂത്തൊക്കെ ഭയങ്കര ചൂടൊക്കെ ഡീഹൈഡ്രേറ്റ് ആവണ്. എനിക്ക് ഇന്നത്തെ ബെറ്റർ ആട്ടാ. ഇന്നത്തേത് ശരിക്കും ചൂട് ഭയങ്കര. ഓക്കെ, മസാല ഈസ് ഓൾമോസ്റ്റ് സെറ്റ്. അപ്പൊ നമ്മുടെ മസാല ഓൾമോസ്റ്റ് അല്ല, ഇറ്റ്സ് റെഡി ആക്ച്വലി. അപ്പൊ അടുത്ത് നമ്മൾ സമോസ ഷീറ്റ്. സമൂസത്തിന് വേണ്ടിയില്ല, ഓർമ്മ വേണ്ട ഞാൻ പറയുന്നത്. പക്ഷേ സമോസ അല്ല കേട്ടോ. സമോസ ഷീറ്റ് നമുക്ക് സമോസ മാത്രമല്ല വേറെ സാധനങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ചൂട് ചെയ്യൂല. ഞാൻ എന്തിനാ ചൂട് ചെയ്യുന്ന മീൻസ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുറച്ചുകൂടെ നമുക്ക് സോഫ്റ്റ് ആവും. തളർന്നിങ്ങനെ തളർന്നൊടിഞ്ഞു പോകും. അങ്ങനെ വേണം. ഞാനിപ്പോ എല്ലാവർക്കും
1 എടുക്കണം. സൈക്കിന് മാത്രം 2 എടുക്കണം. സൈക്കിന് മാത്രം ചോദിക്കും അല്ലേ? നമ്മൾ തിന്നണമെങ്കിലും ഓവർ ആവാതെ തിന്നാം. ഓക്കെ. ഇന്നലത്തെ ഫുഡ് കഴിച്ചിട്ട് സൈക്കിൾ വയറ് ഫുള്ളായിട്ട് അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കാത്തതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. കറിയില്ലാത്തതിന്റെ കറിയാണ് അവന് നോമ്പ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ചൂടാക്കി നമുക്ക് ഫില്ലിംഗ് തുടങ്ങാം. സോ ഗൈസ്, ഇൻഗ്രീഡിയൻസ് എല്ലാം അസംബിൾ ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ 2 സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ അഡീഷണലി 2 ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് മൈദ, ദിസ് ഇസ് മൊസറല്ല ചീസ്. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട, കുറച്ച് ചീസ് ഹെൽത്തിയാണ്. ചീസ് ഇസ് എ പ്രോട്ടീൻ. ഓക്കെ, പേടിച്ചില്ല, അതിന് പേടിച്ചില്ല. ഇത് മുഖം കണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റൂ, അങ്ങനെ ആയിരുന്നു എക്സ്പ്രഷൻ. ഞാനിങ്ങനെ വെച്ചത് കണ്ടിട്ടുണ്ടല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. പ്ലസ് ആക്കി വെക്കുക. വാവ്, അത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ക്യാമറ ചെയ്യാൻ. അയ്യോ, പ്ലസ് ചെയ്യണം മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നിനക്കല്ലേ അറിയാവുന്നത്. ഇവിടെ പ്ലസിന് വേണ്ടിയുള്ള ആ ഭാഗം പൊട്ടിക്കണം. എന്നിട്ട് അതിന്റെ മേളിലേക്ക് ഇതെടുത്ത് വെക്കുക. അങ്ങനെ പ്ലസ് ചെയ്യാം. അപ്പൊ 2 ഷീറ്റുകൾ തമ്മിൽ ചെറിയൊരു ചേർച്ചയുണ്ടാവും. നമ്മളെ പോലെ. അതെ. അപ്പൊ പാമ്പൻ പാലത്തിന്റെ ശക്തി. അത്രയൊക്കെ വേണ്ട ഗൈസ്. അപ്പൊ ഇത് നോക്ക്. ഓക്കെ, മടക്കട്ടെ. ഇങ്ങനെ മടക്കി, ഒരു ഷീറ്റിന്റെ ഇങ്ങനെ മടക്കി. ഗൈസ് പ്ലീസ് ഇഗ്നോർ മൈ നെയിൽസ്. ഞാൻ പൊമഗ്രാനേറ്റ് കട്ടാക്കിയിട്ടാണ് അങ്ങനെ ആയത്. സോ ഇന്നൊരു ഷീറ്റിന്റെ ഇങ്ങനെ ഷീറ്റിന്റെ ഇന്നൊരു ഷീറ്റിന്റെ ഇങ്ങനെ മടക്കി. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കും ഇനി എങ്ങനെ മടക്കണ്ടേന്ന്. അല്ല, കുറച്ച് ഷോ ഒക്കെ വേണ്ടേ? വെറുതെ മടിക്കെ പോതൂല, പോരാ. തമിഴൊക്കെ കയറി വന്നേ. സോ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, കുറച്ച് ഓവറായാലല്ലേ നിങ്ങൾ റെസിപ്പി ശ്രദ്ധിക്കുള്ളൂ. റെസിപ്പി മാത്രല്ല, നിന്നെയും അതെ, കുറച്ച് ഓവറാണ്. ഓക്കെ, ഇത് ഇങ്ങനെ കട്ടാക്കാം. ആ സൈഡ് ചെയ്ത പോലെ തന്നെ 2 സൈഡും ചെയ്യാം. എന്തിന്? കുറച്ച് ഭംഗിക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ വൃത്തിയോടാക്കരുത്. എനിക്കൊരു ഏന കിട്ടാത്തോണ്ട് ഇങ്ങനെ ആവണുണ്ട്. നിങ്ങൾ ഭംഗിക്ക് ചെയ്തോളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് 1 by 1 ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി ഇനി നമുക്ക് ബ്രഷ് ചെയ്യണം. അങ്ങനെ പൊക്കം അതിന്റെ അടിയിൽ ആദ്യം ഒരു പ്രാവശ്യം ഇതിന്റെ അടിയിൽ. അതിന്റെ അടിയിൽ അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചത്. ശരി, ഞാനാണ് ഗൈസ് ഈ റെസിപ്പി പറഞ്ഞു കൊടുത്തത്. മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി കാണിക്കേണ്ടിയായിരുന്നു. പിന്നെ ടൈമില്ല ചെയ്യട്ടെ വിചാരിച്ചു. ഇനി നമ്മൾ എല്ലാം അങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, അഡീഷണൽ ആയിട്ട് കട്ടാക്കാം. പറഞ്ഞുതരാം, ഗുഡ് ഐഡിയ പറഞ്ഞുതരാം. ഫുള്ളായിട്ട് ബ്രഷ് ആക്കിയിട്ട് മടക്കി വെക്കുക. 2 സൈഡിൽ മടക്കുക. അതില് മടക്കി വെക്കുക. ലീഫില് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നിച്ചവണ്ടി ഇതാക്കി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. പിന്നെ എപ്പോഴും തേക്കണ്ടല്ലോ. തേച്ചിട്ട് നല്ലൊരു ശീലമുള്ളതുകൊണ്ട് തേപ്പിന്റെ ഉസ്താദായിരിക്കും ഒരു ടൈമില്. ഭയങ്കര പഠിപ്പിക്കലാണ് തേക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ആക്ച്വലി നീ അവിടെ നിന്നായിരുന്നു തുടങ്ങേണ്ടത്. ആണോ? ഇവിടെ നിന്ന് തുടങ്ങി, ഇത് മടക്കി, ഇത് തുടങ്ങി, അങ്ങനെയായിരുന്നു പോകേണ്ടത്. ഇങ്ങനെ ഷേപ്പാണ്. മനസ്സിലായോ? ഇങ്ങനെ മനസ്സിലായി, സംഭവം മനസ്സിലായി. 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 അതന്നെ അത് അവിടെ നിന്ന് തുടങ്ങിയായിരുന്നെങ്കിൽ കറക്റ്റ് നെയ്തെടുത്ത പോലെ ഇങ്ങനെ വന്നല്ലോ. വരും, വരാണ്ടിരിക്കില്ല. കറക്റ്റ് ഇത് തന്നെ ഉദ്ദേശിച്ചത്. ഓ, പാളിയില്ല ഗൈസ്, ഭാഗ്യം. അല്ലെങ്കിൽ ഇങ്ങനെ വായത് കേക്കണ്ടേ വന്നത്. ഇപ്പൊ സംഭവിച്ചെന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പ്ലെയിൻ ആയിട്ട് വന്നണ്ട. ഞാൻ പറഞ്ഞ അവിടുന്ന് തുടങ്ങിയായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. അപ്പൊ അടുത്തത് പറഞ്ഞാട്ടെ എങ്ങനെയാണ്? ഓക്കെ, മതി. ഇവിടെ വേണമല്ലോ. അയ്യോ, ഇത് മടക്കിയത് പാളിട്ടാ. പക്ഷെ കുഴപ്പമില്ല, നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പരിഷ്കാരങ്ങൾ ഗൈസ്. അപ്പൊ അടുത്ത ബോക്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അടുത്ത ബോക്സ് ബേബി ആയിരിക്കും ഗൈസ് ഉണ്ടാക്കാം.
അങ്ങനെ നമ്മുടെ കിച്ചണിലോട്ട് ബിബി കുറെ നാൾക്ക് ശേഷം ശേഷം ബഷീർ വന്നിട്ടുണ്ട്. ബഷി. ഇത് നിങ്ങ ആക്കിയതൊന്നും പറയരുത് കേട്ടോ. ഞാനാ ഉണ്ടാക്കി. നിങ്ങൾ ജസ്റ്റ് മടക്കുന്നു. ആദ്യം നമുക്ക് ഇതൊന്ന് തേക്കുന്നു. ശരിക്കും ഒന്ന് നിങ്ങൾ- പേസ്റ്റ് രൂപത്തിലാക്കാം. ഈ കട്ടകട്ടയൊക്കെ നമ്മൾ മാറ്റി. ഓറാക്കണ്ട കേട്ടാ. ഇത് കുറെ കട്ടകട്ടുണ്ട് ശരിക്കും. അത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ബ്രഷ് ചെയ്താൽ മതി. നിനക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമ്പോൾ കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ചെവിട്ടി പിടിച്ച് വലിച്ച് പുറത്തിടുന്നു. ഞാൻ ഇതില് ചീസ് വെച്ചിട്ടില്ല. 2 എണ്ണം ചീസ് വെക്കാതെ മാറ്റും, ബാക്കിയുള്ള ചീസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇത് നിങ്ങൾ ചീസ് വെച്ചിട്ട് ചെയ്തോ. നിങ്ങൾക്കുള്ളത് ചീസ് ഇല്ലാത്തത് വെച്ചു. ഓ സെറ്റ്. ശേഷം നമ്മൾ കത്തി നിങ്ങൾ ഫില്ലിങ്സ് ഇടുന്ന മുമ്പ് തന്നെ കട്ടാക്കോ. ആ ഓ കണ്ടില്ലേ ഡിഫറൻസ് നമ്മുടെ. ഞാൻ ഏനെ കോണേന്ന് കട്ടാക്കി, ബേബി കറക്റ്റ് ഒരു ഷേപ്പിൽ തിക്കായിട്ട് കട്ടാക്കുന്നുണ്ട്. ഓൾ സെറ്റ്. ബേബിയുടെ കട്ടാക്കല് 4 വരുള്ളൂ എന്ന് തോന്നണല്ലേ, 5. അതൊക്കെ കറക്റ്റ് ആക്കണം. നന്നായിട്ടാണ് നിങ്ങൾ ചെയ്തത്. ഓക്കെ, ഇനി ഒരു സൈഡ്. ഫില്ലിങ്സ് ഇടണ മുമ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് അതായിരിക്കും നല്ലത്. ഈസി ആയിരിക്കും നിങ്ങൾക്ക്. കുറച്ച് നമുക്ക് വയസ്സാകുമ്പോഴാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഇതാക്കുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണ്ടില്ല, എക്സ്പീരിയൻസ് കൂടിപ്പോയത്. നീ വയസ്സാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മൊത്തം പണിപ്പോയി. ചെറുപ്പാവാൻ നോക്കി. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ്. പറയണത് കേൾക്കും വിചാരിക്കണം ബേബി എന്താ വല്ല ഷെഫാ. ഓക്കെ, ഇനി ഒന്നിച്ചാണ് ബേബി ബ്രഷ് ചെയ്യാൻ പോണ. എല്ലാം മൈദ മാറ്റിയപ്പോ ഇതെന്താ ഉണ്ടാവണത്? ബേബി ഇപ്പൊ പറയൂ, സമാധാനപ്പെടുന്നു. ബേബിയുടെ സ്ഥിരം ഡയലോഗ്. എന്നിട്ട് നമ്മൾ അതിലൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഞാനിങ്ങ ആ ഫില്ലിങ്സ് ഇട്ട് മടുക്കണത് കാണാൻ വേണ്ടിയാണ് വെയിറ്റിംഗ്. എന്നിട്ട് നമുക്ക് ഫില്ലിങ്സ് നമുക്ക് ഇതിപ്പോ ചീസ് ആദ്യം അല്ല, ഫില്ലിങ്സ് ഇട്ടിട്ട് പൊക്കത്ത് വെക്കാം ചീസ്. ഓക്കെ, നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോ കുറച്ച് കൊതിയൊക്കെ വരും, പക്ഷെ ഒന്നും കാര്യമില്ല. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് വായിൽ വെള്ളമൊക്കെ വരും, അത് ഇങ്ങോട്ട് ഇറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്താൽ മതി, പ്രശ്നമില്ല. ഓ ചീസ് ഇടാൻ ഒരാൾ കൊതിയായിട്ട് വയ്യ. നമുക്ക് അതിന് അത്ര ഫില്ലിങ്സ് മതിയാ ബേബി? മതി മതി മതി, ഒരുപാടാക്കത്. ഞാൻ ഇടുവായിരുന്നല്ലോ, നടുക്കനെ കൊണ്ട് സമർപ്പിച്ചത്. അത് സോനല്ല, വേണ്ടായിരുന്നു. മതി സോനു, ഞാൻ ഇട്ടോളാം. ഇതെനിക്കല്ലേ? നീ വെച്ചോ. മതി മതി. ഇനി ബേബി ക്യാപ്സിക്കം വെച്ചോ. ക്യാപ്സിക്കം വെച്ചോ, അതിന്റെ പൊക്കത്ത് ഒരു 4 എണ്ണം സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇങ്ങനെ. അങ്ങനെ കറക്റ്റ് ഭംഗിക്കോ ബേബി. ഇത് ഉള്ളി വെക്കട ആര് കാണാനോ, എന്നാലും കടിക്കുമ്പോ വായ്പ കാണുന്ന സാധനം. ഓക്കെ മതി മതി, 4 എണ്ണം മതി ബേബി. 5 എണ്ണം ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ മടക്കി. ഇപ്പൊ എല്ലാം മടക്കണ്ട, ഇതാദ്യം ഇതാണ് എല്ലാം കൂടെ വന്ന കൺഫ്യൂഷൻ ആക്കി. മര്യാദക്ക് ഡീസന്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തത്, അതിന്റെ ഇടയ്ക്ക് എല്ലാം കൂടെ വന്നിട്ട് കൺഫ്യൂഷൻ ആക്കി. ഞാനല്ല സോനു ചെയ്യരുത്. ഞാൻ ചെയ്യുന്നത് എനിക്കത് ചെയ്യാൻ. ഞാനൊരു കാര്യം ചെയ്യുമ്പോ എനിക്ക് വേറൊരാൾ അതിന്റെ ഇടയിൽ വന്നിട്ട് കയ്യിൽ ഇഷ്ടം. അതുകൊണ്ടല്ലേ വരാറില്ലല്ലോ, ചെയ്യാൻ വരാറില്ല. ഒരു ബേബി മടക്കണ നോക്കാം, ആരതാ ഭംഗിന്ന് നോക്കാട്ടാ ലാസ്റ്റ്. ഞാൻ എക്സ്ട്രാ കട്ടാക്കിയല്ല, ബേബി എക്സ്ട്രാ കട്ടാക്കാൻ വന്നില്ലല്ലോ. അതല്ലേ പറഞ്ഞത്, ചെയ്യുമ്പോ നീറ്റ് ആയിട്ട് ചെയ്യണോ. അങ്ങനെ പറയരുത് കേട്ടോ ബേബി. കൊള്ളാട്ടോ ബേബി ചെയ്തു. സെറ്റ്. എന്താണിത്? പെരി പെരി ചീസ്, പെരി പെരി ചിക്കൻ ചീസ് ബോക്സ്. ബേബി കട്ട ഇത് ചീസ് ഇല്ലാത്തത് മാറ്റി വെക്കണേ സോനു. കുഞ്ഞൊരു പ്ലേറ്റിൽ ഇത് മാറ്റി വെച്ചോ സോനു. നീയല്ലേ കുറച്ച് നേരത്തെ മുമ്പ് എനിക്ക് ചീസ് കഴിക്കാന്ന് പറഞ്ഞു. വേണ്ട, അല്ല ഞാൻ റിയാലിറ്റി പറയട്ടെ. അപ്പൊ ഞാൻ ചീസ് ഇടാൻ മറന്നുപോയി. അതിൽ ചീസും ക്യാപ്സിക്കം ഇടാൻ മറന്നുപോയി, പെട്ടെന്ന് മടക്കിയെടുത്ത്. അപ്പൊ അത് ബേബിക്ക് ഹെൽത്തി
നോക്കട്ടെ. എന്തിനാ ഉപ്പടങ്ങനെ ഗൈസ്? അപ്പൊ കമന്റ് ഡൗൺ ആരതാണ് ഭംഗിന്ന്. രണ്ടടുത്ത് വെച്ച ബേബി. ബേബിയുടെ ആണ് ഭംഗിട്ടാ. പറ പറ. ഇവിടെ മസാലയൊക്കെ കാണാൻ സോന എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. സപ്പോർട്ടർ അതിന് നീ എന്ത് കണ്ടുപിടിക്കുന്നത്? നീറ്റ് ആൻഡ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? സോ ഗൈസ്, ദ പെരി പെരി ചീസ് ചിക്കൻ ബോക്സ് ഈസ് റെഡി. ഇതിനകത്ത് എന്തോ ഇടായിപ്പുണ്ടല്ലോ. ഇത് ഞാന് ആദ്യത്തെ 2 മാത്രം ഇത് ഞാൻ ഉണ്ടാക്കിയത്. ആ ഫിനിഷിംഗ് ആണെന്ന് അറിയാം. ഇത് നീ ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് പാളിപ്പോയത് അല്ല, ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. നോർമലാക്കി ബിക്കോസ് ബോക്സ് ആയാ പോരെ. ഗോ ഗോ ഗോ. ഗോ 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 ഗോ. നിങ്ങളെ പോലെ 2 ഉടായ്പകള്. സോ ദിസ് ഈസ് റെഡി. എന്നാ തന്നെ ഇതിന്റെ പരിഷ്കാരം ആദ്യം പറഞ്ഞു. എന്നാലും നിങ്ങൾ 3ാമത് പറഞ്ഞ ട്രൈ ചെയ്ത് നോക്കി പാളിപ്പോട്ടുണ്ടാവണല്ലോ. ഇല്ല ഞാൻ ട്രൈ ചെയ്തില്ല ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം ബൈ ദ വേ ഗൈസ്. അപ്പോ ഇത് ഞാൻ മാറ്റി വെക്കാൻ പോണേ. അടുത്തത് നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോ അതുണ്ടാക്കാം. ഇന്ന് ഷേക്ക് സോനു ഇവിടെ അനാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അനാർ ഷേക്കാണ് ഉണ്ടാക്കാൻ പോണേ. യെസ്. പിന്നെ ഇത് കട്ട്ലേറ്റിനുള്ള മസാല ആണ്. സോ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കും. ആ ടൈമിൽ സോനു അനാർ ഷേക്ക് അടിക്കും ഗൈസ്. അപ്പോൾ അടുത്ത റെസിപ്പി സോനു ആണ് ഉണ്ടാക്കാൻ പോണത്. സോനു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കും? ഞാൻ എനിക്കും ബേബിക്കുള്ള ഞാൻ എനിക്കും ബേബിക്കുള്ള ഗ്രേപ്പ് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് അടിക്കാൻ പോണ്. അതില് വേറെ ഒന്നും ഇടൂല. ഗ്രേപ്സ്, പിന്നെ 3-4 ഏലൊക്കെ ഇട്ടിട്ടുണ്ട്. ഷുഗർ ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് വാട്ടർ ഇട്ടിട്ട് അടിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഐ എം യൂസിങ് ദ ഓൾഡ് മിക്സി ഓൺലി. മറ്റേത് കുറച്ച് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഓൾറെഡി സോനു ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. ഷേക്ക് അല്ല, ഐ മീൻ മിൽക്കിട്ട് ജ്യൂസ് അത് നമുക്ക് ഞാനത് വിതൗട്ട് എടുത്ത്, പിന്നെ നാരങ്ങ വെള്ളം ഉണ്ട് അവർക്ക് ഷുഗർ ഇട്ടത്. ഞാനത് ഇന്ന് എടുക്കണല്ല. ഞാൻ ഗ്രേപ്പ് ജ്യൂസ് ആണ്, ഫ്രഷ് ജ്യൂസ് ആണ് എടുക്കാൻ പോകുന്നത്. സോ യാ, സോണത്താ വരൂ. ആർ യു റെഡി? ആർ യു റെഡി ടു കുക്ക്? റെഡി അല്ല, എന്നാലും ചെയ്യാതൊക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഗൈസ്. അപ്പൊ ഗ്രേപ്പ് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഗ്രേപ്പ് ജ്യൂസ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഏലക്കടമാണ്. ഏലക്കട അടിച്ചിട്ടില്ല. ഇന്നലെ എനിക്ക് നാരങ്ങ വെള്ളം ഒരു ജസ്റ്റ് നാരങ്ങല്ലല്ലോ, അത് ഓറഞ്ച് ഇട്ടിട്ട് ചോറുണ്ടാക്കി. എനിക്ക് നോക്കിയ ഫുഡ് പോലും വിൽക്കൂല, പകുതിയോ വിൽക്കണം. കണ്ടില്ലേ മനസ്സ് കണ്ടില്ലേ? പകുതിയാണ് എനിക്ക് ഞാനപ്പോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ഇന്ന് സോൺ സ്പെഷ്യൽ കട്ട്ലറ്റ്. കുറച്ച് സ്പൈസ് ഒക്കെ വേണം കേട്ടോ. ഞാൻ എന്റെ സ്റ്റൈലിൽ എരിവില്ലാതെ എങ്ങനെ വേണം ഉണ്ടാക്കി ക്യാമറ തിരിച്ചു കൊടുക്കാം. മറ്റേ സാധനം ഇടാത്തണം പിന്നെ ഇട്ട് നീ പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. ഇവിടെ ഞാൻ അരച്ച സാധനം അരച്ചതോ? ബീഫ്. അപ്പോൾ ഇതില് ഞാൻ കുനുകുനാന്നരിഞ്ഞ സവാള, പച്ചമുളക്, വേപ്പിലയും മല്ലിയെല്ലാം ഞാൻ ഇടൂല, പിന്നെ മഷു ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇട്ട്, പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ഒരു ബൗളിലാക്കിട്ട് ഡാഡി അടുത്ത് പറ മഷൂമി വീട്ടിലില്ലാന്ന്. പോയി മഷൂമി പോയി. അപ്പൊ മസാല ഇട്ട് ഇച്ചിരി ഇച്ചിരി അല്ലേ ഞങ്ങൾക്ക് പൗഡേഴ്സ് വേണ്ടത്? ഇതൊന്ന് സോട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി അതിടണം, പേസ്റ്റ് ഇടണം. എന്തായാലും
ടേസ്റ്റ് ഉണ്ടാവും. അതിണ്ടാകാൻ പറഞ്ഞത് ഞാനിപ്പോ പേസ്റ്റ് ആണ് ഇടാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി മറ്റേ വെളുത്തുള്ളിയുടെ ഒക്കെ ഒറിജിനല് കുലുകുലാന്ന് അരിഞ്ഞിടാം. ഒന്നും ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇടൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മസ്റ്റായിട്ട് ഇടണം. അപ്പൊ കുറച്ച് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതില് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. ഉപ്പെടുത്തിട്ടില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് സോമ ഇതില്. നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പിട്ടോ? ഉപ്പിടാം. ഓക്കെ. പിന്നെ നോക്കാം. കഴിച്ചിട്ട് നോക്ക്. സൈഡിനെ കൊണ്ട് റെഡിയായി കഴിഞ്ഞിട്ട് സൈബി ഇന്നലെ മറ്റേ ഇതിന് മധുരം കറക്റ്റ് ആന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ കറക്റ്റ് അല്ലായിരുന്നല്ല മധുരം. ഞാൻ ടേസ്റ്റ് ചെയ്ത് പിന്നെ നോക്കിയപ്പോഴും കുറവ് ഫീൽ ചെയ്ത് എനിക്ക്. സൈക്കും പാവ അറിഞ്ഞൂടല്ല അത് മതിയായിരിക്കും. ഓ നോ, ഇതിൽ ഒരു ലൈറ്റും ഓൺ ആവൂല. ഓക്കെ, ഈ ലൈറ്റൊക്കെ മതി. ലൈറ്റ് വരണ കണ്ടോടെ സമയവും. പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരാൾക്ക് ലൈറ്റ് കൊടുക്കട്ടെ. സവാളയൊക്കെ കട്ട്ലേറ്റിന്റെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാണ് പൊടികൾ ഇട്ട് കൊടുക്കുക. ഇച്ചിരി പൊടികളാണ്. പെപ്പർ പൗഡർ, ഇച്ചിരി ഗരം മസാല, മഞ്ഞൾപ്പൊടി ഞാൻ അത്ര ഇടൂല, ഇത്ര ഇട്ട്. ഓക്കെ. അപ്പൊ ഈ പൊടികൾ നന്നായിട്ട് ഇതുപോലെ സോട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇടേണ്ടതാണ് ബീഫ്. മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ജസ്റ്റ് ഭയങ്കര ക്രഷ് അല്ല, ജസ്റ്റ് ചിക്കനൊക്കെ ഷട്ട് ആവണ പോലത്തെ അതുപോലെ ആക്കിയെടുക്കണം. ഈ പച്ച മണം പൊടിയണം. അപ്പോഴേക്ക് നമുക്ക് ജസ്റ്റ് ഇതുപോലെ സോട്ട് ചെയ്യാം. അതിന്റെ ഇടയിൽ എബു കുരുത്തക്കേട് കാണിച്ചിട്ട് ഇതുപോലെതാണ്. കുരുത്തക്കേടല്ല, വാശി കാണിച്ച് മഷപ്പുറത്തോട്ട് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണേ. എന്താണ് അതവിടെ പറയണേ. ഇപ്പൊ സൈബു ഇങ്ങനെ കാണിച്ച് അപ്പൊ എപ്പോഴും വന്ന് എബു ഒന്ന് കെട്ടിപ്പിടിക്കുമെന്ന് പറയണേ. എപ്പോ സൈബു ഇങ്ങനെ കാണിച്ചാലും എബു ഒന്ന് കെട്ടിപ്പിടിക്കുമെന്ന്. മസാലയൊക്കെ നമുക്ക് ഇതുപോലെ സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ ബീഫ് അത് ഇതിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം. മറിച്ച് ബീഫുണ്ട്. കടയിൽ കിട്ടണ പോലെയൊന്നുമല്ല നമ്മുടെ കട്ട്ലേറ്റ്. മറിച്ച് ബീഫ് കൊണ്ട് നച്ചാൽ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അധികം ബീഫ്. ഓ ഗൈസ്, അടപ്പിന്റെ അടുത്തോട്ട് ഓടിയതല്ലേ. കട്ട്ലേറ്റ് അല്ല, കട്ട്ലേറ്റ്. അതന്നെ. എന്നാലും സൈഡ് പണ്ട് പറയണ സ്റ്റൈൽ തന്നെ ഇപ്പോഴും പറയണം, കട്ട്ലേറ്റ്. കൈയടിച്ച ഓടി ഒന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ ആ മസാല അതിലേക്ക് ആ ബീഫ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ബീഫ് വേണം. ചിലവർക്ക് കുറെ ബീഫ് ഇഷ്ടമല്ല, ചിലവർക്ക് ബീഫ് ഇല്ലെങ്കിൽ ദേഷ്യം വരും. ബീഫൊക്കെ വേണം. സവാളയൊന്നും കടിക്കരുത്. പൊട്ടോട്ടോ മിക്സ് ചെയ്തല്ലേ അല്ലേ? അവിടെ ആദ്യം ഒന്ന് ചമ്മന്തി ആക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ. ചമ്മന്തി ആക്കുന്ന സാധനം അവിടെ എന്തൊക്കെ പറഞ്ഞ അതന്നെ. അതിന് നമുക്കിങ്ങനെ ആരെങ്കിലോട് ദേഷ്യമുണ്ട് നമുക്കിങ്ങനെ ഓർക്കണേ. എന്താ പശുവിനെ ഇങ്ങനെയൊക്കെ പറയണം, അങ്ങനെയൊക്കെ പറയാമോ? വേറെ ആരെങ്കിലൊക്കെ പറയാം. ബേബിയോട് ബേബിയിലോട്ട് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ചതച്ചെടുക്കണം. സന്തോഷം. ഓക്കെ, സമ്മന്തിയായ സാധനങ്ങൾ നമുക്കിങ്ങനെ കാണൂല. എനിക്ക് ആ അവനുള്ളതുകൊണ്ട് കാണില്ല. അപ്പൊ നമ്മുടെ മസാല ഇനി പൊട്ടോട്ടോ അതിലോട്ടിട്ട് എന്നിട്ട് മിക്സ് ചെയ്താൽ മതി. പയ്യന്റെ മൂത്ത് അപ്പൊ തന്നെ ഓടി പോകുന്നു കെട്ടിപ്പിടിക്കാൻ.
മാറുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പിടിക്കാം. ഉണ്ടാക്കാം. വേണമെങ്കിൽ ഹാർട്ടിലുണ്ടാക്കാം, വേണ്ട സോറി, റൗണ്ട് റൗണ്ട് മതി. ഓവൽ ഉണ്ടാക്കാം, സ്റ്റാർ ഉണ്ടാക്കാം. വേണ്ട, റൗണ്ട് മതി നമുക്ക് തൽക്കാലം. റൗണ്ട് ആവുമ്പോ പെട്ടെന്ന് വരുള്ളൂ. അല്ല, നമുക്ക് ആ ഷേപ്പർ ഉണ്ടെങ്കിൽ അതിലോട്ട് വെച്ചിട്ട് ഷേപ്പ് എടുത്താൽ മതി. മോള് പോയപ്പോ സൈഗോ കാണിച്ചായിരുന്നു തന്നെ ആ ഷേപ്പ്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന പോലെ ഷേപ്പ്. ഏയ് എനിക്കില്ല. ആ ഷേപ്പ് ഒരെണ്ണം മേടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അത്യാവശ്യം പണികൾ ഒക്കെ ഒതുങ്ങി ഇന്ന്. അപ്പോൾ ഇനി ഐ ജസ്റ്റ് ഷോ മൈ റൂം. ഞാൻ ഇന്നലെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്നലെ ഇൻ ദ സെൻസ് ഇന്നലെ ഫുൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്ന് ഇതുവരെ ഇപ്പോൾ ഈവനിങ് ആയി, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇട്ട് പോയി. ബിക്കോസ് നോമ്പിൽ താഴെ പോയി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാനുള്ള ടൈം ഉണ്ടാവില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം എബുൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ മൊത്തത്തിൽ വീട്ടുപണി ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. ഇന്ന് അത്താഴത്തിന് എണീച്ചപ്പോൾ ഞാൻ ബേബി എടുത്ത് ചോദിച്ചു, ഞാൻ കുറച്ച് നേരം കിടക്കണില്ല, ഞാനിങ്ങനെ നിസ്കരിച്ചു പോതിയൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പണി തുടങ്ങാന്ന് ബേബി പറഞ്ഞു. ഒന്നാമത് എനിക്ക് ഉറക്കില്ല. ഒരു 12-1 ഒക്കെ കഴിഞ്ഞു ഞാൻ ഉറങ്ങുമ്പോൾ. വീണ്ടും 3:30 ഒക്കെ ആകുമ്പോൾ എണീക്കണം. ഹാർഡ്ലി 3 hours ഒക്കെ ഉറക്കം കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഉറക്കില്ലാതെ സ്ട്രെയിൻ ആവും ഭയങ്കരമായിട്ട്. കിടന്നുറങ്ങി പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ തന്നെ പിന്നെ കിച്ചണിൽ കയറണം. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ അത്യാവശ്യം റെസിപ്പീസൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ബേബിക്ക് ഒരു ബെറി സ്മൂത്തി അടിക്കണം ബെറീസ് വെച്ചിട്ട്. അത് പിന്നെ ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ ഉള്ളൂ. പിന്നെ സുനു ഷെസ്വാൻ മൊമോസ് ഓൾറെഡി ഉണ്ടല്ലോ റെഡിമെയ്ഡ്. അത് പിന്നെ ഷെസ്വാൻ സോസ് ഉണ്ട്, അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അത് രണ്ടും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടും. അപ്പോൾ ഇപ്പോൾ ഒരു 4 o'clock കഴിഞ്ഞ്. സോ ഐ തോട്ട് ഒന്ന് മുകളിലൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ട് പോവാം, എന്നിട്ട് അത് ചെയ്യാം. സോ റൂം ഒന്ന് കാണിച്ചു തരാം എന്തായാലും കൊല്ലായിരിപ്പുണ്ട്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. എനിക്കിഷ്ടമല്ല എൻ്റെ റൂം ഇങ്ങനെ ഇരിക്കണം. അതെല്ലാം അവിടെ ഇവിടെയൊക്കെ പൊട്ടി വിരിച്ചിരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കാറില്ല എൻ്റെ റൂം. കണ്ടില്ലേ, ഇഷ്ടമല്ല ഇങ്ങനെ. വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, അതൊക്കെ പിന്നെ ചെയ്യും. ആദ്യം റൂം നമുക്ക് ക്ലിയർ ചെയ്യാം. അടിച്ച് തുടച്ചൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ഡ്രസ്സൊക്കെ രാവിലെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങാനിടണം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലിടാം. ഈ സ്റ്റാൻഡ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പർഗോളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പർഗോള ഇപ്പം നമ്മൾ ഒരു ഹോം ജിം സെറ്റപ്പ് ചെയ്യണോണ്ടിട്ട് അവിടെ സ്റ്റാൻഡ് വെക്കാൻ പറ്റൂല. അതുകൊണ്ട് വീണ്ടും ഉള്ളിൽ തന്നെ കയറ്റി ഗൈസ്. ഉള്ളിലാകുമ്പോൾ ഫാനിന്റെ കാറ്റ് കൊണ്ടിട്ടാണ് ഇത് ഉണങ്ങണത്. ഇറ്റ് ടേക്സ് 2 days. പുറത്താകുമ്പോൾ 8 ദിവസത്തിൽ ഉണങ്ങും. പിന്നെ പുറത്ത് വെക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ കയറും. ഇവിടെ ഉള്ളിലാകുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പൊ ഇന്നലെ ഞാൻ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. അതോടെ ബിസി ആയിരുന്നു. അപ്പൊ ഇന്ന് അലക്കാനായിട്ട് താഴ്പോകുമ്പോൾ അലക്കാനായിട്ട് ഇപ്പോൾ വന്നിട്ട് എടുത്ത് കുറച്ച് ടയർഡായിട്ടോ. ബിക്കോസ് മോപ്പിംഗ് ആണ് മെയിൻ സംഭവം. കുറച്ച് ടയർഡാവും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാവ് ടു ഗോ ഡൗൺ. ബാക്കി കാര്യങ്ങളൊക്കെ തീർക്കണം. അപ്പം ഇതൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ. അപ്പോൾ തുണി അലക്കാനാണെങ്കിൽ ഇനിയൊരു സെറ്റ് കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് അലക്കാനാണ് വിചാരിച്ചാണ്. പക്ഷെ മേളിൽ കയറിയ സ്ഥിതിക്ക് ഹായ് തുടങ്ങി കഴിയാറായിട്ടില്ല, ചെയ്തോണ്ടിരിക്കും. അപ്പുറത്തെ ആന്റിയുടെ കൂടെ
ആ പറയാം, ഞാൻ താഴെ പോകുമ്പോ പറയാം. അപ്പുറത്തെ ആന്റി സംസാരിച്ചത് നമ്മളെപ്പോഴും ഈ സമയമാകുമ്പോ പോവുമല്ലോ അപ്പുറത്ത്. പക്ഷെ ഇപ്പൊ അപ്പുറത്തെ പോണ വിട്ടിട്ട് മുകളിൽ കയറാൻ തന്നെ സമയമില്ല ഗൈസ്. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഡ്രസ്സും അലക്കാൻ ഇടട്ടെ. അപ്പൊ നമുക്കിനി താഴെ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോ താഴെ വന്നു. പരിപാടികൾ ഒക്കെ തുടങ്ങുമ്പോൾ സോനു പരിപാടി ഓൾറെഡി തുടങ്ങി. അവിടെ എടുത്തുണ്ടാന്ന് ഇതുവരെ എടുത്തിട്ടില്ല അവനെ. അപ്പൊ ഞാൻ എടുത്തു എടുത്ത് ഞാൻ വരുമ്പോ അവനോട് ഇങ്ങോട്ടാണ് പോവാൻ ചേട്ടാ. അപ്പൊ സോനു കട്ട്ലറ്റിനുള്ള പരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. ഇനി മുട്ടയും കൂടെ അടിച്ചു വെച്ചാ പഠിക്കണ്ടല്ലേ. ഞാനപ്പോ പൊരിച്ചോണ്ടിരിക്കുക ഗൈസ് നമ്മുടെ ബോക്സ് ഒക്കെ. അപ്പൊ അത് പൊരിച്ചിട്ട് നമ്മള് ഇരിക്കണ്ടല്ലോ. എനിക്ക് വേറെ സംഭവമൊക്കെ ചെയ്യാനുണ്ട്. സുനുന്റെ ഷെസ്വാൻ മോമോസ് ഒക്കെ ചെയ്യാനുണ്ട്. ആൻഡ് ബെറി ഷേക്ക് ഒക്കെ അടിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം അത് പൊരിച്ചോണ്ടിരിക്കുക. അപ്പൊ സുനുണ്ട് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ലാസ്റ്റ് പിടി ഓഫ് എന്ത് കട്ട്ലൈറ്റ് തീർന്നു. ലാസ്റ്റത്തെ കട്ട്ലൈറ്റ് കുറച്ച് വലുതാണ്. ഇനിയിപ്പോ ഫ്രൂട്ട്സ് മാത്രമല്ലേ ഉള്ളൂ. ഫ്രൂട്ട്സ് ഇനി കുമ്മട്ടി കട്ടിയാണ്ട് ബുറുമോട്ടിനല്ലേ. അപ്പൊ ലാസ്റ്റ് കട്ട്ലേറ്റും കൂടി റെഡിയായി. ഇതെല്ലാം പൊരിക്കുന്നതല്ല അല്ലേ, എല്ലാം പൊരിക്കുന്നതല്ലാന്ന് വിശ്വസിക്കണം. എല്ലാം പൊരിക്കണം വേണ്ടേ? ഓരോരുത്തർക്ക് 2 എണ്ണം വെച്ച്. അപ്പൊ എല്ലാം പൊരിക്കണ്ടേ? ഒരെണ്ണം വെച്ച് അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് പിടിയാക്കി വെച്ച പിടിയല്ല, അതിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ അരിയാം. ഫ്രൂട്ട്സ് അരിഞ്ഞോട്ടെ. എന്റെ മീൻ ഇന്നലെ കുമ്മട്ടി വെച്ചപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു അറിയും. തൊണ്ടീന്നിങ്ങനെ ഇറങ്ങി തണുപ്പ് പോയി. ആഹാ, എല്ലാരും കുമ്മട്ടിയായിരുന്നു ഇന്നലെ കൂടുതൽ നിന്നേന്ന് തോന്നുന്നു അല്ലേ. പപ്പായ കട്ടാക്കണം. പപ്പായ കുമ്മട്ടി അതാണ് ഇന്നത്തെ ഫ്രൂട്ട്സ്. ഹാഫ് ഉണ്ട്, കുറച്ചുകൂടെ എടുക്കായിരുന്നല്ലേ, ഒരു ഹാഫും കൂടെ എടുക്കായിരുന്നു. അപ്പൊ നോക്കിയ അപ്പൊ കുമ്മട്ടിയും പപ്പായയും അരിയാം. യെസ്, അപ്പോ ഞാൻ ഓൾറെഡി മറ്റേ ബോക്സസ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്, ടൈമില്ല. പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ മോമോസ് സ്റ്റീം ആക്കി അത് ഞാനിപ്പോ ജസ്റ്റ് കുറച്ച് സോസ് ഇട്ട് മിക്സ് ചെയ്യും. ഇത്ര മോമോസ് ആക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മളത് നീ ഓർഡർ ആക്കിയ റൈസ് പേപ്പർ ഇങ്ങനെ ആയിരിക്കും അല്ലേ? വേറെ അമ്മ അവരതാ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. എങ്ങനെ റെഡി മേഡ് ആൾക്കാർ. ഓ ഇത് ഒട്ടുണ്ടല്ലോ. ചൂടാറില്ല. ഇല്ല, എണ്ണ തേക്കണോ? അപ്പൊ ഇത് കുറച്ച് ചൂടായിട്ട് നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ സോനവിടെ ഫ്രൂട്ട്സ് ഹെൽത്തി ഐറ്റംസ് കട്ട് ചെയ്തിട്ട് പപ്പായ ആൻഡ് വാട്ടർമെലൺ. അപ്പോ നമുക്ക് ആ മോമോസിൽ തന്നെ 2 പാക്കറ്റ് സോസ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എടുക്കാം. ഈ മോമോസ് ഇന്നലെ ഫ്രൈ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിരുന്നു. ഇന്ന് ഇങ്ങനെ ചെയ്ത് കഴിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും ഷെസ്വാൻ സോസ് ആഡ് ചെയ്യാം. ഡാഡ ഉറങ്ങിയ കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഡാഡയുടെ ഹെയർ ബാൻഡ് എടുത്തിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ മുത്ത എവിടെ? നമ്മുടെ എബു ബേബി എവിടെ? അതില് കിറ്റിയ സോസ് ഇട്ടിട്ടുണ്ട് 2. ഇതെന്താ സോസ്? എബുന്റെ കളി കാണിച്ചു തരാം കേട്ടോ, ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. എന്താ ചെയ്യാൻ? എന്റെ ബേബി ഓടി, എന്റെ ബേബി ഓടി, എന്റെ കുട്ടാപ്പി ഓടി. വാവ്, ഇതെന്താണ് ചെയ്ത ഹെയർ ബാൻഡ്? എപ്പോഴാണോ അങ്ങനെ വെച്ചത്? വാവ്, ഗുഡ് ബോയ്. ഓ നോ, ഓടും ഒറ്റയ്ക്ക് വന്ന് കളിക്കും, ഓടും ഒറ്റയ്ക്ക് വന്ന് കളിക്കും. ഹായ് ഹായ്. ഓ ക്യാമറ പിടിക്കാൻ വരട്ടെ.
കഴിച്ചോ. ടോമയുടെ ഗുഡ് ബേബിയാണ്, നല്ല മോനാട്ടാ. കഴിച്ചോ ഗൈസ്. അപ്പോൾ ഞാൻ എടുത്ത സോസ് ഇതൊക്കെയാണ്. ടൊമാറ്റോ സോസ്, ഷെസ്വാൻ സോസ്, പിന്നെ അതിൽ 2 ബാക്കിയുണ്ടത്. ഇത് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മോമോസ് ഇട്ട് കൊടുക്കാം. സോനന്റെ ഹെൽത്തി പോർഷൻ റെഡി ആയിട്ടുണ്ട്. വാവ്, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും. കുമ്മട്ടി. യെസ്, ഇത് റാസ്ബെറി ഷേക്കാണ് വിതൗട്ട് ഷുഗർ. ഹെൽത്തി കഴിക്കുന്ന ആൾക്കാർക്ക്. ഇതിലപ്പോ എന്തൊക്കെയുണ്ട് ഗൈസ്? അപ്പോൾ ഈ റാസ്ബെറി ഷേക്കില് ഫ്രോസൺ റാസ്ബെറീസ്, കുറച്ച് മിൽക്ക്, കുറച്ച് വെള്ളം, ഡ്രൈ നട്ട്സ്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? ഞാൻ കാഷ്യൂ ഇട്ട്, പിസ്ത ഇട്ട്, ഡേറ്റ്സ്, പിന്നെ പംകിൻ സീഡ്സ് ഒക്കെ ഇട്ട്, നിങ്ങൾക്ക് റേസിൻസ് ഇട്ട്, ബ്ലാക്ക് റേസിൻസ്. നിങ്ങൾക്ക് എന്തൊക്കെയോ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് കലാശോട്ട് കൊട്ടിയാൽ മതി. പിന്നെ കേർഡ് വേണമെങ്കിൽ കേർഡ് ഇടാം, യോഗട്ട് ഇടാം. ഞാൻ യോഗട്ട് യൂസ് ചെയ്തില്ല ബിക്കോസ് ബേബിക്ക് കുളിപ്പിച്ചിട്ടല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി മിൽക്ക് എടുത്തു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണുള്ളത് ഇതിൽ. അപ്പോൾ സോനി ഇപ്പോൾ കട്ട്ലറ്റ് പൊരിക്കാൻ പോകുന്നു, മുട്ട പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ കാണാം. ഓക്കെ, ഗ്രിൽഡ് കട്ട്ലറ്റ്. ഗ്രില്ലിന്റെ പാട്. അൽഹംദുലില്ല, അങ്ങനെ 2ാമത്തെ നോമ്പ് തുറക്കാൻ പോണാണ്. മാഷാഅല്ലാഹ് ബാങ്കായി. അപ്പൊ ഞാനും ഇന്നലെ സോനു എടുത്ത പോലെ വെള്ളം എടുത്തിട്ടുണ്ട് ഗൈസ്, പച്ചവെള്ളം. ഇത് വലിയ ഗ്ലാസ് എടുത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുടിക്കാൻ വേണ്ടി. വെള്ളം കുടിക്കുന്ന നല്ല സുഖം. മാഷാഅല്ലാഹ്. എനിക്ക് ഇന്നപ്പോ സുഖം. അങ്ങനെ വെള്ളം ഇങ്ങനെ ഇന്നപ്പം കഴിച്ച് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ശരിയാ സോനു, അല്ലേ നല്ല സുഖമുണ്ട് പച്ചവെള്ളം കുടിക്കുമ്പോ. സൈബു ആദ്യമേ എന്താണ് നമ്മള് യൂഷ്വലി വെള്ളം കുടിക്കാറില്ലല്ലോ, അതാ. സൈബു എന്താ കഴിക്കണേ? ഡേറ്റ്സ് ആണോ? ഗുഡ്. സോനുന്റെ കട്ട്ലറ്റ് കഴിക്കാം ആദ്യം. ഇതാ എനിക്ക് വേണ്ട സോനു ഡേറ്റ്സ്. കട്ട്ലറ്റ് കഴിക്കട്ടെ. സോനു വേറെ കറക്റ്റ് തന്നെത്താനും നോമ്പ് പറയുന്നുണ്ട്. ഞാനിങ്ങനെ കാണിച്ചു. കട്ട്ലറ്റ് വെച്ചേ ഫീൽ വന്നാ സൈഗു ഇന്ന് നോമ്പിന്റെ? ചിരിക്കാൻ പോലും പറ്റല്ലോ. I'm gonna eat one more cutlet. എന്റെ വേണോണ്ട് കുഞ്ഞുക്ക്, മമ്മ വേണോ? ഒരു ഫ്രഞ്ച് ഫ്രൈസ് എടുത്തോണ്ട് പോയി. പാവം. Yeah, I know. പണ്ട് തൊട്ട് 5 വർഷമായി നമ്മൾ പറയണ. ഈ കടമ്പ നല്ല വർത്തനല്ലേ. എന്റെ അടുത്ത് പറഞ്ഞു ഇത് കൊണ്ടുപോയാൽ മതി. ഇങ്ങനെ ക്രഞ്ച് ആയിരിക്കണം. വീഡിയോയിൽ കുറെ കുമ്മട്ടി ഇട്ടിട്ടുണ്ടപ്പോ ആരെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നോമ്പിലെ സുഹൃത്തുക്കളെ തീറ്റ ഓർമ്മ തന്നെ. കുമ്മട്ടി സുഹാര മതി. അല്ല പ്രഗ്നന്റ് ആയിരുന്നപ്പോ എന്തോരം തിന്നുവരുന്നേ ഓർമ്മയില്ലേ? ഞാൻ ജ്യൂസ് അടിച്ചിങ്ങനെ കുപ്പിയിലാക്കി വെക്കുവാർന്ന്, നിറച്ച് ഓരോ ജ്യൂസ്.
സുനുവിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പ എനിക്കറിയാ അവക്ക് പോയി വരുമ്പോ ഇതെല്ലാം കുടിച്ചു തീർക്കണോ നിന്നെ ഗർഭിണി ഞാൻ രാവിലെ എഴുതിട്ട് ഒരു 3-4 കുപ്പി ഉണ്ടാവും. അതുകൊണ്ടല്ലേ നിന്നെ കാണാൻ ഇത്ര ഭംഗി. ഇങ്ങോട്ട് കളിക്ക് പറയണ ഞാൻ വലിയ പറഞ്ഞു. ഞാൻ പ്രഗ്നന്റ് ആയ ടൈമില് ജ്യൂസർ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പുതിയൊരു ജ്യൂസർ വാങ്ങിച്ചു വെച്ചിട്ട് രാവിലെ ഞാൻ ഷോപ്പിൽ പോണതിന് മുമ്പ് ഒരു 3-4 കുപ്പി ഓറഞ്ച് ജ്യൂസ്, പിന്നെന്താ ക്യാരറ്റ് ജ്യൂസ്, കുക്കമ്പർ ജ്യൂസ്, ഇതെല്ലാം ഇങ്ങനെ 3-4 കുപ്പിയായിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പോകും. എന്നിട്ട് ഞാൻ പറയും തിരിച്ച് ഞാൻ വൈകിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നിട്ടുണ്ടാവണം. ഇവിടെ അടുത്ത് പൊട്ടിക്കളയാനാണോ പൊടിച്ചു തീർക്കണാണോ എന്ന് എനിക്കറിയില്ലേ, തീർന്നിട്ടുണ്ടാവും. സത്യം പറ സോനു, നോമ്പ് മാസാണ്, കള്ളം പറയാതെ. പക്ഷെ അതൊക്കെ അപ്പഴല്ലേ പിടിക്കണം. ആദ്യത്തെ 3 ദിവസത്തിലല്ല പിടിക്കണം, പിന്നല്ലേ പിടിക്കണം. ആദ്യത്തെ 3 ദിവസത്തിലാണ് ഇതൊക്കെ വെച്ച് എന്നെ എന്റെ കട്ട്ലൈറ്റ് എനിക്ക് ഈ സാധനം ഒന്നും ഇല്ലാണ്ട് എന്ത് മിസ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലായി. തല്ലാൻ എന്തിനല്ലേ ഞാൻ പറഞ്ഞത്. ഒരു കട്ട്ലൈറ്റൊക്കെ കഴിക്കാം, അവസരല്ലേ നോമ്പല്ലേ. പിന്നെ സൈഗു കറക്റ്റ് പറഞ്ഞു ഒരു ഫീൽ ഇല്ലാന്ന്. ശരിയാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയ സൈഗു. ഇന്ന് ഫീൽ വന്ന സൈഗു, നമുക്ക് എല്ലാവർക്കും ഒരു സുഖമുണ്ട് സൈഗു. ഇന്നലെ ഒരു സുഖം ഇല്ല സൈഗു. ബോക്സ് കഴിക്കണ്ട സുനു പറ. ഏത്? പൊള്ളി പൊള്ളി. എന്റെ മോളെ ഞാൻ ഉണ്ടാക്കിയത് എന്റെ മോളെ ഇപ്പൊ വെളുത്തുള്ളൂ, ബാക്കി ആരും വെളുത്തൂലേ ഗൈസ്. ഒരു വരൻ ബോക്സ് ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് വെറുതെ മടക്കിയത് മാത്രം കേട്ടാ ഞാൻ സുനു. അപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പ് തുറക്കാം അല്ലേ, ഇൻഷാല്ലാ. സൈഗു, ദാറ്റ് റെസിപ്പി ഈസ് എസ്പെഷ്യലി ഫോർ യു. എങ്ങനെയുണ്ട് സൈഗു? ബോക്സ് ചീസൊക്കെ കിട്ടണ്ട? റംദാൻ വൈബ് കിട്ടിയാ? ആസ്വദിച്ച് കഴിക്കണം. ചീസ് ബോക്സ് തിന്ന്. ഓക്കെ കഴിച്ചോട്ടാ. ചിക്കൻ ചീസ് ബോക്സ് അതിന്റെ ഉള്ളിലത്തെ ക്യാപ്സിക്കം പുറത്തിട്ട് സോനു തിന്നത് അല്ലേ? ഓക്കെ കഴിച്ചോ ഗൈസ്. അപ്പൊ ഇന്ന് കടികൾ കഴിച്ചിട്ട് ഒരു ഫീൽ വന്നു ഗൈസ്, അൽഹംദുലില്ലാ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ വേണ്ടേ? ഇന്നത്തെ ക്വസ്റ്റ്യൻ അല്ല, ഇന്നലത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ആദ്യം ഞാൻ പറയാം. കറക്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിയാലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അല്ലാതെ പകുതി വീഡിയോ കണ്ടു വന്ന് ഓടി വന്ന് പറയരുത്. പിന്നെ എക്സാമിന് കോപ്പി അടിക്കണ പോലെ കോപ്പി അടിക്കാൻ നിക്കരുത് കേട്ടാ. ഒരാൾ പറഞ്ഞത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിക്കരുത്. കറക്റ്റ് വീഡിയോ കണ്ടിട്ട് ആൻസർ ചെയ്തവരെ എനിക്ക് ഇംപ്രസ് ആയി. എല്ലാരും ഇന്നലെ ഓട്സ് ഷുഗർ പറഞ്ഞോണ്ടിരിക്കണ ഞാനിപ്പോ ഇടാം, ബിക്കോസ് ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. അപ്പോ അതിന്റെ ഇടയിൽ അതൊന്നും മൈൻഡ് ആക്കാത്ത ഒരാൾ കറക്റ്റ് പറഞ്ഞേട്ടോ അത്താഴത്തിന്. എനിക്ക് ഇംപ്രസ് ആയി. അങ്ങനെ കറക്റ്റ് വീഡിയോ കണ്ടിട്ട് വേണം പറയാൻ. ആൻസർ ഇന്നത്തെ കറക്റ്റ് ആൻസർ മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ ഓട്സിനെ പറ്റി അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല, അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അതിന്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞത് മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഞാൻ ആഡ് ചെയ്യണില്ല, ഒട്ടും ആഡ് ചെയ്യണ്ടാണ്. സോ അതാണ് ആൻസർ. 5 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ. ഞാനിപ്പോ സ്ക്രീനിൽ അത് പ്ലേ ചെയ്യാറാന്നൊക്കെ വിന്നേഴ്സ്. കൺഗ്രാറ്റ്സ് ടു ദ വിന്നേഴ്സ്. അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണം. ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യുമ്പോ വിന്നേഴ്സിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു മെയിൽ ഐഡി ഇടാം. കാരണം എന്താ വെച്ചാൽ അത് നിന്റെ മെയിലിലേക്ക് വന്നാലേ ശരിയാവില്ല. ഒരുപാട് വർക്കിന്റെ മെയിലും അതൊക്കെ വന്നുകൊണ്ടിട്ട് സെപ്പറേറ്റ് ഒരു മെയിൽ ഐഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാം. എന്നിട്ട് ആ മെയിലിലേക്ക് മെയിൽ ചെയ്താൽ മതി. കൊടുക്കും അഡ്രസ് ആ മെയിൽ എപ്പോ കൊടുക്കും? കൊടുക്കാം. ഗൈസ്, അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോ എബുന്റെ സ്വിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉഞ്ഞാല അല്ലേ? സ്വിങ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ടോട്ടൽ എത്ര കളേഴ്സ് ഉണ്ട് അതില്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഉഞ്ഞാലയില് എത്ര കളേഴ്സ് ഉണ്ട്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോ അപ്പോ എത്ര കളേഴ്സ് ഉണ്ട്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോ അടുത്ത എന്റെ കട്ട കഴിയട്ടെ. നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കൂ. സോ വിൽ സീ യു ഓൾ ഇൻ a very next video. Until then, bye bye.